ഉപ്പിടാം. അതൊക്കെ ഞാൻ ഉപ്പിടാം. അപ്പൊ നമുക്കിത് കഴിക്കുന്നുണ്ട്. നമസ്കാരം. അപ്പൊ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഞാനും ഡുണ്ടിമോളും പിന്നെ നമ്മുടെ മക്കളും വരും. അപ്പൊ ഇന്ന് നമ്മളൊരു സ്പെഷ്യല് നമ്മളിങ്ങനെ കണ്ടിരുന്നു, ഇങ്ങനെ ചുട്ട കോഴി. അപ്പൊ അത് മണ്ണിന്റെ അടിയിൽ വെച്ചിട്ട് നമ്മൾ ചൂടാൻ പോവാണ്. അപ്പൊ നമ്മുടെ കോഴി റെഡിയാണ്. ഇത് മാർക്കറ്റിൽ നിന്ന് കോഴി മേടിച്ചിട്ടുണ്ട്. മസാല നമ്മൾ പൊക്കി വെച്ചിട്ടുണ്ട് മസാല. അപ്പൊ ഇത് നമ്മൾ ഇന്ന് സ്പെഷ്യലായിട്ട് ഒരു ചിക്കൻ എങ്ങനെ ചുട്ടെടുക്കാം എന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോണത്. അപ്പൊ നമുക്ക് അതിന് ആദ്യം ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല്, എന്താ ചെയ്യേണ്ടത് ഡുണ്ടി മോളെ? ഇനി മസാല പരത്തണം. അപ്പൊ ഞാൻ മസാല പറ്റാലോ ഡുണ്ടി. അപ്പൊ ഇതിലേക്ക് നമ്മൾ മസാല ഇങ്ങനെ പരട്ടി കൊടുക്കുക. അപ്പൊ ഈ നമ്മൾ ആദ്യം മേടിക്കുമ്പോ തന്നെ ഇതിലിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഉള്ളിക്കൊക്കെ ഇങ്ങനെ കുത്തി കയറ്റി കൊടുക്കണം. അതന്നെ കുത്തി കയറ്റി വരണം. അതെ, കുറച്ചുകൂടി എടുക്ക. ഇതൊന്ന് തേച്ച് കൊടുക്കട്ടെ. നല്ല വണ്ണം ഇങ്ങനെ തേച്ച് ഇങ്ങനെ പോലെ തേക്കണം. നല്ല കണ്ടല്ലേ, ഇങ്ങനെ ഇവിടെ കാലിന്റെ മുകളിലൊക്കെ വരച്ചിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ ഇങ്ങനെ കയറ്റി കൊടുക്കണം. കാലിന്റെ മുകളിൽ വരയ്ക്കണം, കയറ്റി കൊടുത്താൽ മതി. എന്നാലും അതിന്റെ മസാലൊക്കെ മിക്സ് ചെയ്ത് കൊടുത്താലേ വരുള്ളൂ. അതെ, അവൾക്ക് അറിയാം നമ്മളെക്കാളും കൂടുതൽ മസാല പിടിക്കുള്ളൂ അല്ലേ. കുറച്ച് ഉള്ളിലൊക്കെ ആക്കി കൊടുക്കാം നമുക്ക്. ഇതല്ലേ, അതന്നെ ഉള്ളിലാക്കണം, എന്നാലും വേവിക്കാൻ പറ്റുള്ളൂ. റെഡി ആയിട്ടുണ്ട്. അപ്പൊ മസാല പുരട്ടി നമ്മുടെ ചിക്കൻ ഉണ്ട് സ്വയംഭൻ സാധനമായി. ഇനി ഇതിനെ പിടിച്ചിട്ട് നമ്മള് കുറച്ചു നേരം എന്താന്ന് പറയണേ, ഉള്ളിലൊക്കെ ആക്കണം. അപ്പൊ ഇങ്ങനെ ആക്കിയിട്ട് നമ്മളിപ്പോ റെഡി ആയി. ഇതാണ് എല്ലായിടത്തും മസാല പുരട്ടി. ഉള്ളിലൊക്കെ ചിക്കൻ മസാല പരട്ടിയിട്ടുണ്ട്. ഈ ഇപ്പൊ നമ്മൾ കൂട്ടി വെച്ച മസാല. അപ്പൊ നമ്മളിത് ഇനി കുറച്ചു നേരം മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് വെക്കുകയാണ്. അപ്പൊ നമ്മളിതിൽ വെച്ചിട്ടുണ്ട് പാത്രത്തിൽ തന്നെ. ഇനി നമുക്ക് ഈ സമയത്ത് ഒന്ന് മസാല പിടിക്കുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള സ്റ്റെപ്പുകൾ ചെയ്യാം. ബാക്കിയുള്ള സ്റ്റെപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സ്റ്റെപ്പ് ഉണ്ട്. ഒന്ന് ഇതിലേക്ക് കുഴി കുത്തിയിട്ട് തീയിടാനുള്ള സെറ്റപ്പ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ ഇതിന്റെ ഉള്ളിലേക്ക് അല്ലല്ല, തീയിടാനുള്ള സെറ്റപ്പ് ഇവിടെ തന്നെയാണ്. അപ്പൊ അതും പിന്നെ ഇതിന്റെ ഉള്ളിലേക്ക് കുറച്ച് ഒരു കോഴിമുട്ടയും കുറച്ച് സവോളയും പച്ചമുളകൊക്കെ ആയിട്ടുള്ള വഴറ്റിയിട്ടെടുക്കുന്ന സംഭവമുണ്ട്. അതും ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് സെറ്റപ്പ് ആക്കണം. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് കുഴി വെട്ടിയിട്ട് അതിലേക്ക് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാം. അപ്പൊ വായോ, നമുക്ക് ഇനി അടുത്തത് അത് കാണാം. അപ്പൊ നമുക്ക് അതിനുള്ള കുഴി വെട്ടാൻ കേട്ടാ. അപ്പൊ നമ്മളിതില് കുഴി കുത്തി അതിലിപ്പോ കുറച്ച് നമ്മുടെ കോൾ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വിറകുകളൊക്കെ ഇടുക. നമ്മളിത് കത്തിക്കാനുള്ള പരിപാടി നോക്കുകയാണ്. ചാണകത്തി ഇതിലേക്ക് മേശൂരിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാല് സംഭവം സക്സസ്. ഇത് കത്തിപ്പിടിച്ചു കഴിഞ്ഞാല് നമുക്കിതൊന്ന് കനലാവും. കനലായി കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ അതിന്റെ മുകളിൽ വെച്ച് പിന്നെ കുറച്ച് വിറക് എത്തിച്ചിട്ടാണ് സംഭവം. 4 മുട്ട പുഴുങ്ങി വെച്ചു. പക്ഷെ ചിക്കൻ മേടിച്ചു വന്നപ്പോൾ അത് ചെറുതായി പോയി. അപ്പൊ ഞങ്ങൾ 1 മുട്ട മാത്രമാണ് അതിൻ്റെ ഉള്ളിൽ വെക്കുന്നുള്ളൂ. അപ്പൊ അതിനുള്ള മസാലയാണ് നമ്മൾ ഇനി ഉണ്ടാക്കാൻ കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മള് ഒരു സബോളയും പിന്നെ കുറച്ച് പച്ചമുളകും അതേപോലെ തന്നെ വേപ്പിലും പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയിരിക്കാം.
അപ്പോൾ പപ്പ ഇവിടെ കുഴി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങളിവിടെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. മസാല ഐറ്റം മഞ്ഞളും മുളകും പിന്നെ മല്ലിപ്പൊടിയും എല്ലാം ഒരു 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതുകൂടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. അതിനകത്തോട്ട് 1/2 തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. വെച്ചിട്ടുള്ള കോഴിയുടെ ഉള്ളിലേക്ക് നമ്മുടെ ഒരു കോഴിമുട്ട അതാണ് ഈ കോഴിമുട്ട ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറ്റി വയ്ക്കുക. അതിനോടൊപ്പം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മസാലയും ഇതിൻ്റെ ഉള്ളിലേക്ക് കുത്തിത്തിറക്കി തരും. ഇതിൻ്റെ ഉള്ളിലേക്ക് നല്ലോണം തിരികെ വെച്ച് കൊടുക്കുക നമ്മുടെ മസാല കട്ടി. അപ്പോൾ നന്നായിട്ട് 2 കാലും കൂട്ടി പിടിച്ച് കെട്ടുക. അപ്പോൾ കോഴിമുട്ട പുറത്തേക്ക് കാട്ടില്ല. അപ്പോൾ കെട്ടി. ഇതിപ്പോ നമ്മൾ പ്രവാസി ആയതുകൊണ്ട് നമുക്ക് വാടല കിട്ടാല്ലോ ഇപ്പൊ ഇവിടെ, പിന്നെ ലുല്ലൂലൊക്കെ പോകണം അത് കിട്ടണമെങ്കിൽ. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു പരിപാടി ചെയ്തു. നമ്മുടെ പ്രവാസികൾക്കുള്ള ഫോയിൽ പേപ്പർ കിട്ടി. അപ്പൊ ബാക്കിയുള്ള മസാലയൊക്കെ ഇതിന്റെ മുകളിലേക്ക് ഇടുക. ഇതുപോലെ ഇതിൽ നമ്മൾ കുറച്ച് സവോള ഇതുപോലെ റൗണ്ട് ആക്കിയിട്ട് ഇതിന്റെ സൈഡിലൊക്കെ വെച്ച് കൊടുക്കും. ഞങ്ങളുടെ ചിക്കനെ ഞങ്ങളെ വാളയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇനി മാല ഇട്ട് കൊടുക്കും. മാല ഇട്ട് കൊടുത്തു, കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേപ്പില ഇതുപോലെ 2 അവിടെ ഇവിടെയൊക്കെ ഇട്ട് വെച്ച് കൊടുക്കുക. അപ്പൊ നമ്മുടെ സംഭവം ക്ലാസ് ആയി. ഓക്കെ, നമ്മുടെ സംഭവം ക്ലിയർ ആയി. ഇപ്പൊ എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്തു. വേപ്പില, സവോള, തക്കാളി, അതിന്റെ ഉള്ളില് കോഴിയുടെ ഉള്ളിൽ നമ്മൾ മൂപ്പിച്ചെടുത്തിട്ടുള്ള സവോളയും തക്കാളിയും ഒക്കെ കൂടിയിട്ടുള്ള പിന്നെ കോഴിമുട്ടി നമ്മളതിൽ മിക്സ് ചെയ്ത് വെച്ചു. പിന്നെ കാല് കെട്ടി. ഇനി നമുക്ക് ഇതിനെ അടയ്ക്കാം. നന്നായിട്ട് അടയ്ക്കണം അതുപോലെ. എക്സ്പീരിയൻസ് ഇത് നമ്മൾ സാധാരണ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ, ഇത് ഇലയിലൊക്കെ ഉണ്ടാക്കി നല്ല അടിപൊളിയാക്കാം. ഇതിപ്പോ നമ്മള് ഫോയിൽ പേപ്പർ ഡുണ്ടിയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുട്ടാ. അപ്പൊ ഇതുപോലെ നല്ല ഭംഗിയിൽ അടച്ചു വെക്കണം. ഇനിയും ഫോയിൽ വേണം. അപ്പൊ അത് ഇതുപോലെ ഞാൻ കമന്റ് കിട്ടിയിട്ടാ നമ്മുടെ മോളെ അടിച്ചിട്ടാ കറക്റ്റ്. നമ്മുടെ കനലായിട്ടാ, നല്ല കനലായിട്ടുണ്ട്. നമ്മള് റെഡിയാക്കി വെച്ചിട്ടുള്ള കോഴി ഇതിലേക്ക് ഇടണം. നമ്മളെ ഇതിന്റെ മുകളിൽ പൊത്താനുള്ള പശ ഉണ്ടാക്കുക. നമ്മുടെ കളിമണ്ണാണ് സാധാരണ. നമ്മള് പിടിച്ചിട്ടുണ്ടോ ഇതൊരു 1 ഇഞ്ച് കനത്തില് ഇതുപോലെ നമ്മൾ തേച്ചു കൊടുക്കണം. ഇവിടെ നല്ല ചളിയാണ്ടാ. എന്ത് രസമാണ്. ഇത് നിനക്ക് ചളിയില് തിന്നാളവര്. ഇവിടെ മണ്ണേ അത്ര സ്ട്രോങ് ഇല്ല. അപ്പൊ നമ്മള് മറി ജനി അന്നമ്മ പറയും. ഒരു ചുരുങ്ങിയത് ഒരു മണിക്കൂർ കത്തി തീർന്നു കഴിഞ്ഞു കഴിയുമ്പോൾ കനലായി മാറും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സംഭവം എടുത്തു നോക്കി നോക്കാം. അപ്പോൾ സംഭവം സെറ്റപ്പ് ആവും. ഇപ്പോൾ നല്ല ചൂട് കിട്ടുന്നുണ്ടാവും അടിയിലേക്ക്. അടിയിൽ നിന്നും ഇപ്പം ഈ തീയിൻ്റെ ചൂടും നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വരും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ്. നോക്കി നോക്കാം.
അങ്ങനെ അതാ നമ്മുടെ തീയൊക്കെ നല്ല ചൂടത്തോടെ ഇരിക്കാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെ കത്തി നല്ല കനലായി. ഇങ്ങനെ കനല് അതിന്റെ മുകളിൽ കിടക്കണം. അതിന്റെ മുകളിലേക്ക് കോരിയിടുക. നമ്മൾ ഈ ബിരിയാണിക്ക് ദമ്മടിക്കണ പോലെയാണ് ഇപ്പൊ. അടിയിൽ നിന്നും തീയെ, സൈഡിൽ നിന്നും തീയെ, മുകളിൽ നിന്നും തീയെ. തീയല്ല കനല്. അപ്പൊ അത് നല്ല കനലിൽ ഇങ്ങനെ കിടക്കണം. കുറച്ചു നേരം പിടിക്കേണ്ടി വരും. ഈ കനലിലേക്ക് എത്തി കടന്നോട് കൂടിയിട്ട് നമുക്ക് ഇതിനെ പുറത്തേക്ക് എടുക്കാം. ഡുണ്ടി മുളക് കണ്ട ചിക്കനിൻ്റെ ഉള്ളിലിട്ടു പൊതിഞ്ഞിട്ട് നമ്മുടെ മണ്ണണ്ടൊക്കെ പൊതിഞ്ഞിട്ട് ഇത് പൊട്ടിച്ചു നിൽക്കണം നമുക്ക്. എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ തീ ഇട്ടിരിക്കണത് ഏകദേശം കെട്ടും തന്നെ പറയാം. ഇനിയിപ്പോ നോക്കി നോക്കാം എന്താ എന്നുള്ളത്. സംഗതി അപ്പോൾ എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. നമ്മുടെ തീയൊക്കെ കെട്ടു. ഇപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഇതിലേക്ക് കനലുകൾ കണ്ട കല്ലൊക്കെ മണ്ണൊക്കെ ഇങ്ങനെ ചൂടായിട്ടിരിക്കുന്നു. നോക്കി നോക്കാം എങ്ങനെ എടുക്കാൻ പറ്റുക. സംഭവം നല്ലതായിട്ടുണ്ട്. മണ്ണത് പൊട്ടി തുടങ്ങിട്ടാ. നോക്കാൻ പറ്റില്ല. ഭയങ്കര കാരണം ഉരുട്ടിട്ടണം. ഓക്കെ, അപ്പൊ നമുക്ക് മെല്ലെ തുറന്നു നോക്കാം. അൺബോക്സിംഗ് ആണ്. എന്തായാണാവോ സംഭവം. സംഗതി ഉഷാറായി ഉണ്ടാവും. നല്ല ചൂടുണ്ട് ട്ടാ. വെള്ളം വരുന്നുണ്ട്. നല്ല ചൂട്. ഭയങ്കര ചൂടാ. ഭയങ്കര ചൂടുള്ള ചിക്കൻ എവിടെ പോയത് മാത്രമേ വരോ. നല്ല ചൂടാ. ഭയങ്കര ചൂടട്ടാ. നമ്മുടെ ചിക്കൻ സവാള തക്കാളിയൊക്കെ പ്ലീയായി. അങ്ങനെ നല്ല സ്വയംഭൻ വെന്തുണ്ട്. വെന്തുണ്ട്. സൂപ്പർ. മക്കളെ കഴിച്ചോ? അന്നമ്മോ എല്ലാരും ആയോ? ഇതാ നമ്മുടെ സംഭവം റെഡി. ഇതാ നല്ല സകമ്പൻ സാധനമുണ്ട്. സവാളൊക്കെ മാറ്റിയിട്ട് ഇലയൊക്കെ മാറ്റിയിട്ട് ഇതാ ഡുണ്ടി മോള് ആൾക്ക് കിട്ടില്ലേ? ഒക്കെ കിട്ടും. ഈ സമാധാനിക്ക് അമ്മൂസ് ഇങ്ങനെ പിടിക്കുക. അല്ല കുബൂസ്. എന്നിട്ട് ഇങ്ങനെ കഴിക്കുക.
അല്ലേ വീഡിയോഗ്രാഫർ ഇപ്പൊ തൊടാൻ പാടില്ല. വീഡിയോഗ്രാഫർ ഒരു കയ്യില് വീഡിയോഗ്രാഫറും ഒരു കയ്യില് തീറ്റി. എന്തോ അടിപൊളി സാധനം എടുക്കണ്ട. ഇനി നമുക്കൊന്ന് മറിച്ചിട്ടിട്ട് നമ്മുടെ ഉള്ളിലിരിക്കുന്ന സാധനമാണ്. ഓ ചൂട് ചൂടാ. മുട്ട തപ്പിടിക്കണല്ലോ. മുട്ട തപ്പിടട്ടെ. മുട്ട പോരട്ടെ മക്കളെ കഴിക്കേ. എന്തിന്റെ കുറവുണ്ട്. മുട്ട കണ്ടിട്ടുണ്ട്. വന്നിട്ട് മുട്ട. ഓക്കെ കഴിക്കേ. എങ്ങനെയുണ്ട് ജെനിസ? സൂപ്പർ ഉണ്ട് അല്ലേ? തമാശ നന്നായിട്ടില്ലേ? ലിഷ കുറച്ച് കഴിച്ചി. അതെല്ലാവർക്കും നമ്മുടെ ഈ റെസിപ്പിയും ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കണം. പറ്റുകയാണെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് ബെൽ ബട്ടണുണ്ട്, അതുകൂടി അമർത്തി കഴിഞ്ഞാൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയി. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇനിയും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ ഇനിയും പുതിയ പുതിയ വീഡിയോകളായിട്ട് നമ്മൾ വരും. ഓക്കെ, അപ്പോൾ കാണാട്ടാ. ശരിട്ടാ, ബൈ.